പെൺകുട്ടികൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയതിന്റെ കൂടുതൽ ദൃശ്യങ്ങളും 24 ലഭിച്ചു. പെൺകുട്ടികൾ സെലൂണിലേക്ക് വഴി ചോദിച്ച മിൻഹാസ് എന്ന മലയാളിയുടെ പ്രതികരണം കൂടി പുറത്തു വരുന്നുണ്ട്. ആ പ്രതികരണത്തിലേക്ക് കൂടി. ഞാനൊരു 3:30 മണിക്ക് അങ്ങനെ എൻ്റെ ഷോപ്പിൽ വന്നപ്പോൾ അവർ ചോദിച്ചു സെലൂൺ എവിടെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫോണ്ടംപ്ലാത്തിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ തിരിച്ചിങ്ങ് വന്ന് 2 മണിക്കൂർ കഴിഞ്ഞ് രണ്ടാമത് ഷോപ്പിൽ വന്നിട്ട് മാസ്കിനാണ് ചോദിച്ചത്. എങ്ങനെയുണ്ടായിരുന്നു? മുഖമൊക്കെ മറിച്ചായിരുന്നല്ലോ? മറിച്ചിട്ടുള്ളത്. അതെ. കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു? 2 കുട്ടികൾ? പെൺകുട്ടികൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ആണുങ്ങൾ ആരെയും കണ്ടിട്ടില്ല. ശേഷം പിന്നീട് കണ്ടോ? അവരോട് വഴി ഇല്ല, പിന്നെ ഞാൻ കണ്ടില്ല. തിരിച്ചു വന്നപ്പോൾ ഞാൻ ഷോപ്പിലില്ലായിരുന്നു. അപ്പോൾ അവർ മാസ്കിനാണ് ചോദിച്ചത്. അപ്പോൾ മാസ്ക് ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഓല് പോയി. CST ഏരിയയിലൊക്കെ പോയി. ശ്രീനാഥചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചെയ്യുന്നു. ശ്രീനാഥ്, നാട്ടിൽ നിന്ന് ഇവർ ട്രെയിൻ ഇറങ്ങിയത് CST റെയിൽവേ സ്റ്റേഷനിലാണെന്ന് മനസ്സിലാക്കുന്നു. ഇതിനോട് പ്രോക്സിമേറ്റ് ആയ ഏരിയയിലാണോ ഈ സലൂൺ ഇരിക്കുന്നത്? സലൂണിൽ നിന്ന് പൻവേലിലേക്ക് പോകുന്നുവെന്ന് പെൺകുട്ടികൾ സലൂൺ ഉടമയോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ CST എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പൻവേലിലേക്ക് ഒരുപാട് ദൂരമുണ്ടോ, അത്രത്തോളം യാത്രാ സൗകര്യമുണ്ടോ? പൻവേൽ എന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് നിരവധി യാത്രാ മീഡിയകൾ വഴി അല്ലെങ്കിൽ യാത്രാ വഴികൾ വഴി പല സ്ഥലത്തേക്കും എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെ കേന്ദ്രീകരിച്ചാണ് ഇവർക്കുള്ള തെരച്ചിൽ പരിശോധന ഇപ്പോൾ ഈ മണിക്കൂറിൽ നടക്കുന്നത്? കേരളത്തിൽ നിന്നുള്ള ട്രെയിനുകൾ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷനാണ്, മുംബൈക്കടുത്തുള്ള സ്റ്റേഷനാണ് ഈ പൻവേൽ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ പൻവേലിലാണ് ആദ്യം കുട്ടികൾ ട്രെയിനിൽ വന്ന് ഇറങ്ങുന്നത്. അവിടെ നിന്ന് ഈ സബർബൻ ട്രെയിനിൽ, ലോക്കൽ ട്രെയിനിൽ കയറി പിന്നീട് മുംബൈയിലേക്ക് വരികയായിരുന്നു. മുംബൈ CSTയിലേക്ക് വരികയായിരുന്നു. ഈ റഹീം പറയുന്നതിൽ നിന്ന് തന്നെ വ്യക്തമാണ്, CST റെയിൽവേ സ്റ്റേഷനിലേക്ക് അവർ നേരിട്ട് വന്നിറങ്ങുന്നു. പൻവേലിൽ നിന്ന് നേരിട്ട് ട്രെയിൻ ഉണ്ട് CSTയിലേക്ക്. അതിനുശേഷം അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ഇവർ പിരിഞ്ഞു എന്നാണ് പറയുന്നത്. പിന്നീട് ഈ സലൂണിൽ പോവുകയും അവിടെ നിന്ന് മുടി മുറിക്കുകയും ഏതാണ്ട് 5000-ലധികം രൂപ ആ സലൂണിൽ നൽകുകയും ചെയ്തു. അതായത് കുട്ടികളുടെ കൈവശം പണമുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്. ഈ സലൂൺ ഉടമ തന്നെ ഈ പേഴ്സിൽ നിന്ന് ഇവർ പണമെടുക്കുമ്പോൾ 500-ന്റെ കുറെ നോട്ടുകൾ കണ്ടു എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പണത്തിന്റെ ഒരു ഇവർക്ക് തൽക്കാലം ബുദ്ധിമുട്ട് ഇവർക്കില്ല. അതിനുശേഷം അവരിൽ നിന്ന് മടങ്ങി. പക്ഷേ ഇതിനിടയിൽ അവർ പൻവേലിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ വീണ്ടും പൻവേലിലേക്ക് മടങ്ങിയോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സംശയം. അങ്ങനെയെങ്കിൽ ഈ CSTയിൽ നിന്ന് തന്നെ നേരിട്ട് പൻവേലിലേക്ക് സബർബൻ സർവീസ് ഉണ്ട്, ട്രെയിനിൽ അങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ റോഡ് മാർഗം പോകാം. അത് കുറച്ചധികം സമയമെടുക്കും, ഏതാണ്ട് 2 മണിക്കൂറിലേറെ സമയവും എടുക്കും. ഏതായാലും അങ്ങനെയുള്ള ഒരു യാത്ര അവർ തെരഞ്ഞെടുത്തു എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എങ്ങനെയായാലും പൻവേലിലേക്കാണ് അവരുടെ യാത്രയെങ്കിൽ അവിടെ നിന്ന് അവരെ കണ്ടെത്താൻ വളരെ അനായാസം തന്നെ കഴിയും. കാരണം റെയിൽവേ സ്റ്റേഷനിൽ ഇതിനോടകം തന്നെ പരിശോധനകൾ നടക്കുന്നുണ്ട്. മലയാളി സംഘടനകൾ അടക്കം രംഗത്തിറങ്ങിയിട്ടുണ്ട്. സന്നദ്ധ പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനുകളിൽ ഏതാണ്ട് എല്ലാ ട്രെയിനുകളും ഇപ്പോൾ പരിശോധിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ നിന്ന് കണ്ടെത്തുക വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകില്ല. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും തീരുമാനം കുട്ടികൾക്കുണ്ടെങ്കിൽ സ്റ്റേഷനിലേക്ക് പോകാതെ ഇവിടെ തങ്ങുകയോ മറ്റാരെങ്കിലും കാണാനോ ഒക്കെ തന്നെ ആലോചന ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകും. അത്തരത്തിലുള്ള സാധ്യതകളൊന്നും തന്നെ ഇല്ലെങ്കിൽ കുട്ടികളെ കണ്ടെത്തുക അധികം ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. കേരളത്തിലേക്കോ അല്ലെങ്കിൽ മുംബൈയിൽ നിന്ന് മറ്റെവിടെയെങ്കിലേക്കോ പോകണമെങ്കിൽ തന്നെ ട്രെയിൻ മാർഗമാണെങ്കിൽ കുട്ടികൾ അത്തരമൊരു ഓപ്ഷൻ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ കുട്ടികളെ കണ്ടെത്തുക എളുപ്പമുണ്ട്. കാരണം റെയിൽവേ സ്റ്റേഷനുകളിൽ പരിശോധന അത്രമേൽ ഈ സമയം നടക്കുന്നുമുണ്ട്. അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ കുട്ടികളെ കണ്ടെത്താൻ കഴിയും. അങ്ങനെയെങ്കിൽ അവരെ പാർപ്പിക്കാനുള്ള സംവിധാനം അടക്കം ഒരുങ്ങി കഴിഞ്ഞിട്ടുമുണ്ട്. നാളെ രാവിലെ ഇപ്പോൾ കേരള പോലീസ് ഇങ്ങോട്ട് എത്തുകയാണെങ്കിൽ പിന്നീട് കുട്ടികളെ കൈമാറാനും സുരക്ഷിതമായി വീടുകളിലേക്ക് ഇപ്പോൾ മുംബൈയിൽ നിന്ന് വിശദാംശങ്ങൾ തരികയായിരുന്നു.